നിന്നെ ഞങ്ങൾ കെട്ടിത്തൂക്കും. ടോസിന് വേണ്ടി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ ക്യാപ്റ്റനെതിരെ സ്വന്തം നാട്ടിലെ കാണികൾ തന്നെ ഇതുപോലെ ആക്രോശിക്കുന്ന എത്ര അവസരങ്ങൾ ലോക ക്രിക്കറ്റിൽ കാണാനാകും. സർ ബെഞ്ചമിൻ റിച്ചാർഡ്സൺ എന്ന റിച്ചി റിച്ചാർഡ്സൺ ആയിരുന്നു സ്വന്തം കാണികളാൽ വെറുക്കപ്പെട്ട ആ ക്യാപ്റ്റൻ. ഒരു കാലത്ത് വെസ്റ്റ് ഇൻഡീസിന്റെ ഉറവ പറ്റാത്ത പ്രതിഭകളിൽ ഒരാളായി ഉയർന്നു വന്ന റിച്ചി പിന്നീട് സ്വന്തം കാണികൾക്ക് അനഭിമതനായി വെസ്റ്റ് ഇൻഡീസിന്റെ തകർച്ചയുടെ തുടക്കമിട്ട ക്യാപ്റ്റനായി മാറാനായിരുന്നു വിധി. പേരിനോട് സാമ്യമുള്ള വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസം വിവിയൻ റിച്ചാർഡ്സിന് ശേഷവും ബ്രയാൻ ലാറയ്ക്ക് മുമ്പും വെസ്റ്റ് ഇൻഡീസിന് കണ്ട അതുല്യ പ്രതിഭകളിൽ ഒരാളാണ് റിച്ചി റിച്ചാർഡ്സൺ. പേരിലെ സാമ്യത പോലെ തന്നെ റിച്ചിയും ജനിച്ചത് വിൻഡീസ് ദ്വീപായ ആന്റിഗ്വയിലാണ്. വിവിനെ പോലെ തന്നെ ഹെൽമെറ്റ് ധരിക്കാൻ ഇഷ്ടമല്ലായിരുന്നു റിച്ചിക്ക്. സാമ്യത അവിടെ തീരുന്നു. വിവ് വെസ്റ്റ് ഇന്ത്യൻ വന്യതയുടെ പര്യായമായിരുന്നെങ്കിൽ റിച്ചി കളിക്കളത്തിലെ ശാന്തതയായിരുന്നു. 81-ൽ ലിവാർഡ്സ് ഐലൻഡിന് വേണ്ടി ഓപ്പണറായാണ് റിച്ചി ഫസ്റ്റ് ക്ലാസ് കരിയർ ആരംഭിക്കുന്നത്. ക്ലൈവ് ലൂയിഡ് നയിച്ച 83-ലെ ഇന്ത്യൻ പര്യടനത്തിനുള്ള കരുത്തരായ വെസ്റ്റ് ഇൻഡീസ് ടീമിൽ അരങ്ങേറ്റം. 4ാമത്തെ ടെസ്റ്റിൽ 3ാമനായി ഇറങ്ങിയെങ്കിലും 0-ന് പുറത്താവുന്നു. അതേ സീരീസിലെ 5ാം ഏകദിനത്തിൽ 46 റൺസ് എടുത്ത് ഏകദിനത്തിലും അരങ്ങേറി. പിന്നീട് അങ്ങോട്ട് കത്തിക്കയറിയും എരിഞ്ഞമർന്നും മുന്നോട്ട് പോയ 12 വർഷങ്ങൾ. മെറൂൺ നിറത്തിലുള്ള പരന്ന തുപ്പിയാണ് അദ്ദേഹം എക്കാലവും ധരിച്ചിരുന്നത്. റിച്ചിയിലൂടെ ആ തൊപ്പി പിന്നീട് ലോക ക്രിക്കറ്റിൽ പ്രശസ്തമായി. വന്യമായ കട്ട് ഷോട്ടുകളും ഹുക്ക് ഷോട്ടുകളുമായിരുന്നു റിച്ചിയുടെ പ്രത്യേകത. സാധാരണ നിൽക്കുന്നതിനേക്കാൾ അകന്നാണ് റിച്ചിക്കെതിരെ പോയിന്റ് ഗള്ളി ഫീൽഡർമാർ നിൽക്കാറെന്ന് എതിരാളികളുടെ സാക്ഷ്യപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ ഷോട്ടുകളുടെ ശക്തി വെളിപ്പെടുത്തുന്നു. ആ കാലഘട്ടത്തിലെ അപകടകാരികളായ പേസർമാരെ ഹുക്ക് ഷോട്ടിലൂടെ വെളിയിലേക്ക് പറത്തുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഹരമായിരുന്നു. തന്റെ കാലത്തെ മറ്റൊരു മികച്ച ടീമായ ഓസ്ട്രേലിയക്കെതിരെ മികച്ച രീതിയിൽ കളിച്ച് 9 സെഞ്ചുറികളാണ് അദ്ദേഹം വാരിക്കൂട്ടിയത്. റിച്ചിക്കെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വിമർശനം അശ്രദ്ധയായിരുന്നു. അതുകൊണ്ട് തന്നെ മികച്ച കളിക്കാരനായിരുന്നിട്ടും ശരാശരിയിൽ നിന്ന് ഉയർന്ന കളി കാഴ്ചവെക്കുവാൻ പലപ്പോഴും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. 88 മുതൽ 92 വരെയാണ് റിച്ചിയുടെ ഏറ്റവും മികച്ച കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ വെച്ച് നേടിയ 104, 121, ഓസ്ട്രേലിയക്കെതിരെ നേടിയ 182 അദ്ദേഹത്തിന്റെ മികച്ച ഇന്നിങ്സുകളായി വിലയിരുത്തപ്പെടുന്നു. 91-ൽ അപ്രതീക്ഷിതമായാണ് റിച്ചിക്ക് വെസ്റ്റ് ഇൻഡീസ് ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കുന്നത്. അന്നത്തെ ക്യാപ്റ്റനായിരുന്ന വിവ് റിച്ചാർഡ്സ് തന്റെ പിൻഗാമിയായ ഡെസ്മണ്ട് ഹെയ്ൻസിനെ പരിഗണിക്കണമെന്ന് ആവശ്യമുന്നയിച്ചെങ്കിലും ഹെയ്ൻസിന്റെ പെരുമാറ്റവും പ്രായക്കൂടുതലും കണക്കിലെടുത്ത് സെലക്ടർമാർ റിച്ചിയെ പരിഗണിക്കുകയായിരുന്നു. ഇത് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ആരാധകർ റിച്ചിക്കെതിരെ തിരിയുന്നതിന് കാരണമായി. 92 ലോകകപ്പ് കളിച്ച് വിരമിക്കണമെന്ന ആഗ്രഹവുമായി നിന്നിരുന്ന വിവ് റിച്ചാർഡ്സിനെ ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്താറുന്നതോടെ വെസ്റ്റ് ഇൻഡീസിൽ അദ്ദേഹം അനഭിമതനായി. ഒരിക്കൽ പോലും ഹെൽമറ്റ് ധരിക്കാതെ ബാറ്റ് ചെയ്തിരുന്ന റിച്ചി 95-ലെ ഓസ്ട്രേലിയയുടെ വിൻഡീസ് ടൂറിലാണ് ആദ്യമായി ഹെൽമറ്റ് ധരിക്കുന്നത്. സ്വന്തം കാണികളുടെ കുക്കിവിളികളുടെയും പരിഹാസങ്ങളുടെയും നടുവിലൂടെ ഹെൽമറ്റ് ധരിച്ച് ബാറ്റ് ചെയ്യാനിറങ്ങിയ റിച്ചിയായിരുന്നു അടുത്ത ദിവസങ്ങളിലെ പ്രധാന മാധ്യമ വാർത്ത. അതുവരെ അപരാജിതരായിരുന്ന വിൻഡീസ് ടീമിന്റെ പതനം ആരംഭിക്കുന്നതിന്റെ സൂചനയായി റിച്ചിയുടെ ഹെൽമറ്റ് ധാരണത്തെ മാധ്യമങ്ങൾ വിലയിരുത്തി. അത് ശരിവെക്കുന്നതുപോലെ 80-ന് ശേഷം 15 വർഷങ്ങൾക്ക് പുറം ആദ്യമായി വെസ്റ്റ് ഇൻഡീസ് സ്വന്തം നാട്ടിൽ ഒരു പരമ്പരയിൽ അടിയറവ് പറഞ്ഞു. വെസ്റ്റ് ഇൻഡീസിന്റെ പതനത്തിന് തുടക്കവും അജയ്യതയിലേക്കുള്ള ഓസ്ട്രേലിയൻ കുതിപ്പും അവിടെ നിന്നാണ് ആരംഭിച്ചത്. 96-ലെ ലോകകപ്പിലെ വെസ്റ്റ് ഇൻഡീസിന്റെ അവസാന മത്സരത്തോടെ അദ്ദേഹം ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. വെസ്റ്റ് ഇൻഡീസിന്റെ സുവർണ കാലഘട്ടത്തിന്റെ അവസാന കണ്ണിയായിരുന്നു റിച്ചി റിച്ചാർഡ്സൺ. ഒരുപക്ഷെ കുറച്ചുകൂടി സ്ഥിരത പുലർത്തിയിരുന്നെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിലെ അധികായന്മാരോടൊപ്പം ചേർത്ത് വെക്കേണ്ട നാമം.